ഇനി അവിടെ പ്രധാന പൂജാ ചടങ്ങുകൾ ഇന്ന് നടക്കുന്നത് എന്തൊക്കെയാണ്? കാശിയിലെ മുഖ്യപുരോഹിതന്റെ നേതൃത്വത്തിൽ നടന്ന അനുഷ്ഠാന ചടങ്ങുകൾ ഇന്നലത്തോടുകൂടി പൂർത്തിയായി. ഇന്ന് ഉറങ്ങിക്കിടന്ന വിഗ്രഹത്തെ ഉണർത്താനുള്ള രാവിലത്തെ ചടങ്ങുകളാണ്, പൂജകളാണ് നടക്കുക എന്ന് മനസ്സിലായി. അതിനുശേഷമുള്ള ചടങ്ങുകൾ എന്താണ്? വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ നീണ്ടു നിൽക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഇന്നത്തെ ചടങ്ങുകൾ സംബന്ധിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? 12:29 മുതൽ 12:30-32 നാഴിക വരെയുള്ള പവിത്രമായ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. 84 സെക്കൻഡാണ് ഈ പ്രാൺ പ്രതിഷ്ഠയ്ക്കായുള്ള മുഹൂർത്തം നൽകിയിരിക്കുന്നത്. രാജ്യമെമ്പാടും നമുക്കറിയാം വിപുലമായ ആഘോഷങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു പ്രധാനമായ വിവരം പങ്കുവെക്കാനുള്ളത് ഈ പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ ഈ കർത്തവ്യവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം മുഖ്യ യജമാനാണ് പ്രധാനമന്ത്രി ഇവിടുത്തെ. അതിനൊപ്പം പ്രധാനമന്ത്രിക്ക് 2 പ്രധാനപ്പെട്ട ചുമതലകളുണ്ട്. ഒന്ന്, രാംലല്ലയുടെ ഈ കണ്ണ് മറച്ചാണ് ഇപ്പോൾ രാംലല്ലയുടെ വിഗ്രഹമുള്ളത്. ആ കണ്ണിലെ കെട്ടഴിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ള സുപ്രധാനമായ വിവരം, നരേന്ദ്രമോദി ആയിരിക്കും എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഒരു ഡ്യൂട്ടിയായി അതിന്റെ ഒരു കർത്തവ്യമാണ്. മറ്റൊന്ന്, ഈ രാംലല്ലയുടെ കണ്ണിൽ സ്വർണ്ണ സൂചി ഉപയോഗിച്ച് അദ്ദേഹം കരിമഷി എഴുതും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതായത് രാംലല്ലയുടെ കണ്ണിൽ സ്വർണ്ണ സൂചി ഉപയോഗിച്ച് കരിമഷി എഴുതാനുള്ള ചുമതലയും പ്രധാനമന്ത്രിക്കാണ്. അങ്ങനെ സുപ്രധാനമായ 2 ചുമതലകൾ പ്രധാനമന്ത്രി നിർവഹിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, 10 മണിക്ക് ഇവിടെ വാദ്യമേളങ്ങൾ, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന മംഗളമേളം എന്നാണ് അറിയപ്പെടുന്നത്. മംഗളമേളം അത് ആരംഭിക്കും. 10 മുതൽ 12 വരെയാണ് മംഗളമേളം ഉണ്ടാവുക. 10:25-നും 10:40-നും 12:25, 12:40 ഇടയ്ക്കാണ് ഈ 12 മണിയോടുകൂടി മറ്റു ചടങ്ങുകൾ ആരംഭിക്കും. 12:40 ചടങ്ങുകൾ അവസാനിക്കുമെന്നുള്ളതാണ്. അതിനുശേഷമാകും പ്രധാനമന്ത്രി ഇവിടെ ക്ഷണിക്കപ്പെട്ട സദസ്സിലുള്ള അതിഥികളെ അഭിസംബോധന ചെയ്യുക. പിന്നീട് ഒരു പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഒപ്പം നമുക്ക് നൽകാനുള്ള സുപ്രധാനമായ ഒരു വിവരം, നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രധാനമന്ത്രി പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പോകുന്ന ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഇവിടെ നിന്ന് കുറച്ച് അകലെ ഉള്ള ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്ന വിവരങ്ങൾ പുറത്തു വന്നു.